നമസ്കാരം. ഇൻഫർമേഷൻ മീഡിയയുടെ പുതിയൊരു വീഡിയോസിലേക്ക് എല്ലാ കൂട്ടുകാർക്കും ഒരിക്കൽ കൂടി സ്വാഗതം. മുഖ്യമന്ത്രിയുടെ 1000 രൂപയുടെ സ്കോളർഷിപ്പ് പെൻഷൻ പണം അക്കൗണ്ടിലെത്തിയിട്ടുണ്ട്. ഇന്നലെ അക്കൗണ്ടിൽ 1000 രൂപ ലഭിക്കാത്ത ആളുകൾ ചെയ്യേണ്ട കാര്യങ്ങളെക്കുറിച്ചുമെല്ലാം വളരെ വിശദമായി നോക്കാം. അതിനു മുന്നോടിയായി ഇൻഫർമേഷൻ മീഡിയയുടെ വീഡിയോസ് നിങ്ങൾ ആദ്യമായിട്ടാണ് കാണുന്നതെങ്കിൽ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കരുത്. നമ്മുടെ ഈ ചാനലിൽ ഒരു തരത്തിലുള്ള മതപരമായ കാര്യങ്ങളോ രാഷ്ട്രീയപരമായ കാര്യങ്ങളൊന്നും വരുന്നതല്ല. ഗവൺമെൻറ്റിൽ നിന്നും ലഭിക്കുന്ന സേവനങ്ങൾ, ആനുകൂല്യങ്ങൾ, അറിയിപ്പുകൾ എന്നിവയെക്കുറിച്ച് മാത്രമായിരിക്കും വീഡിയോസുകൾ വരുന്നത്. ശ്രദ്ധിക്കുക, ഗവൺമെൻറ് സേവനങ്ങളും അറിയിപ്പുകളും എപ്പോൾ വേണമെങ്കിലും പുതിയ മാറ്റങ്ങൾ വരാം. നിങ്ങൾക്ക് ഏറ്റവും പുതിയ അറിയിപ്പുകൾ ലഭിക്കാൻ ചാനൽ സബ്സ്ക്രൈബ് ചെയ്ത് തൊട്ടടുത്തുള്ള ബെല്ലൈക്കൺ കൂടി ക്ലിക്ക് ചെയ്യുക. മുഖ്യമന്ത്രിയുടെ കണക്ട് സ്കോളർഷിപ്പ് പദ്ധതിയിൽപ്പെട്ട ആളുകൾക്കാണ് ഇന്നലെ മാസം 1000 രൂപയുടെ സ്കോളർഷിപ്പ് ഇന്നലെ അക്കൗണ്ടിൽ എത്തിയിട്ടുള്ളത്. അവർക്ക് മാർച്ച് മാസത്തിലെ പെൻഷൻ വിതരണമാണ് ഇന്നലെ തുടങ്ങിയത്. ഇന്നലെ നിങ്ങൾക്ക് 1000 രൂപ ലഭിച്ചിട്ടുള്ള ആളുകൾ എസ് എന്നും അല്ലാത്ത ആളുകൾ നോ എന്ന് കമൻറ്റ് ചെയ്യാനും മറക്കരുത്. ഇന്നലെ പണം അക്കൗണ്ടിൽ എത്താത്ത ആളുകൾ അവരുടെ പ്രൊഫൈൽ ഒന്ന് ചെക്ക് ചെയ്യുക. ബാങ്ക് അക്കൗണ്ടുമായി ലിങ്ക് ചെയ്തതിൽ എന്തെങ്കിലും തരത്തിലുള്ള ബുദ്ധിമുട്ടുകളുണ്ടോ എന്ന് ചെക്ക് ചെയ്തതിന് ശേഷം അവർ ആ കാര്യങ്ങൾ കൂടി ചെയ്യുക. അടുത്ത ദിവസങ്ങളിൽ തന്നെ മുഖ്യമന്ത്രിയുടെ സ്ത്രീ സുരക്ഷാ പദ്ധതിയുമായി ബന്ധപ്പെട്ട പണം അക്കൗണ്ടിൽ വരുന്നതാണ്. കഴിഞ്ഞ ഫെബ്രുവരി മാസം പെൻഷൻ അക്കൗണ്ടിലെത്തിയിരുന്നു. അന്ന് 1000 രൂപയാണ് അവർക്ക് അക്കൗണ്ടിലെത്തിയിട്ടുള്ളത്. ഈ മാസത്തെ പെൻഷൻ വിതരണം തുടങ്ങുകയാണ്. വരും ദിവസങ്ങളിൽ തന്നെ അവർക്കും പണം അക്കൗണ്ടിലെത്തും. എന്നാൽ ഇപ്പോഴും ഇത് സബ്മിറ്റ് എന്ന് കാണിക്കുന്ന ഒരുപാട് ആളുകളുണ്ട് ചെക്ക് ചെയ്യുന്ന സമയത്ത്. അങ്ങനെയുള്ള ആളുകൾ നമ്മൾ ഇത്രയും കാലം ചെക്ക് ചെയ്തിരുന്നത് സ്മാർട്ട് ആപ്ലിക്കേഷൻ വഴിയായിരുന്നു നമ്മൾ അപേക്ഷ കൊടുത്തിരുന്നത്. അപ്പോൾ ആ വെബ്സൈറ്റ് വഴി തന്നെയാണ് നമ്മൾ ചെക്ക് ചെയ്തിരുന്നതും. എന്നാൽ നിങ്ങൾക്കിപ്പോൾ വേറൊരു സൈറ്റ് വന്നിട്ടുണ്ട്. സേവന സൈറ്റിൽ ചെക്ക് ചെയ്ത് കഴിഞ്ഞാൽ നിങ്ങളുടെ ഒന്നുകിൽ ആധാർ നമ്പർ, അതല്ലെങ്കിൽ പെൻഷൻ ID, അതല്ലെങ്കിൽ സ്മാർട്ട് ആപ്ലിക്കേഷൻ നമ്പർ, ഇതിൽ ഏതെങ്കിലും ഒന്ന് നൽകി കഴിഞ്ഞാൽ നിങ്ങളുടെ ഇപ്പോഴത്തെ പെൻഷൻ്റെ സ്റ്റാറ്റസ് അറിയാൻ സാധിക്കുന്നുണ്ട്. അങ്ങനെ ചെക്ക് ചെയ്യുന്ന സമയത്ത് അപ്രൂവൽ എന്ന് കാണിക്കുന്ന ആളുകൾക്കാണ് വരും ദിവസങ്ങളിൽ തന്നെ പണം അക്കൗണ്ടിലെത്തുക. ഇപ്പോഴും പെൻഡിങ് അതല്ലെങ്കിൽ റിജക്റ്റ് എന്ന് കാണിക്കുന്ന ആളുകളുണ്ടെങ്കിൽ അവർക്കും പെൻഷൻ അക്കൗണ്ടിലെത്തുകയില്ല. അതുപോലെ തന്നെ വിവരങ്ങൾ ലഭ്യമല്ല എന്ന് കാണിക്കുന്ന ഒരുപാട് ആളുകളുണ്ട്. അങ്ങനെയുള്ള ആളുകൾ നിങ്ങൾ സ്മാർട്ടിൽ വെച്ച് ഒന്നുകൂടി ചെക്ക് ചെയ്യുക. വിവരങ്ങൾ ലഭ്യമല്ല എന്ന് കാണിക്കുന്ന ആളുകൾ മാത്രം സ്മാർട്ടിൽ ചെക്ക് ചെയ്ത് കഴിഞ്ഞാൽ നിങ്ങൾക്ക് എന്താണ് പ്രശ്നമെന്ന് അവിടെ കാണിക്കുന്നുണ്ട്. പലർക്കും പല കാരണങ്ങൾ കൊണ്ടാണ് വിവരങ്ങൾ ലഭ്യമല്ലാത്തത്. ചില ആളുകൾക്ക് അത് അപ്രൂവൽ ആയിട്ടില്ല, പെൻഡിങ് പോലെ അപ്രൂവൽ എന്ന് കാണിക്കുന്നുണ്ട്. അതുപോലെ തന്നെ മറ്റു ചില ആളുകൾക്ക് റിജക്റ്റ് ചെയ്തിട്ടതിന് ശേഷം രണ്ടാമത് റീസബ്മിറ്റ് ചെയ്യാത്ത ആളുകളുണ്ട്. മറ്റു ചില ആളുകൾക്ക് സബ്മിറ്റ് ചെയ്യുന്നതിലെ ഡോക്യുമെൻറ്റുകളുടെ പ്രശ്നങ്ങൾ കാരണം അപ്രൂവൽ ആവാത്ത ആളുകളുണ്ട്. അങ്ങനെ എന്തെല്ലാം കാരണങ്ങൾ കൊണ്ടാണോ ഇത് സബ്മിറ്റ് അപ്രൂവൽ ആവാത്തത്, അങ്ങനെയുള്ള കാര്യങ്ങൾ കൂടി ചെയ്ത് കഴിഞ്ഞാൽ മാത്രമാണ് നിങ്ങൾക്ക് മാസം 1000 രൂപയുടെ പെൻഷൻ വിതരണം തുടങ്ങുക. അതുപോലെ തന്നെ വരും ദിവസങ്ങളിൽ തന്നെ വരും മാസങ്ങളിൽ തന്നെ നിങ്ങൾക്കും മസ്റ്ററിംഗ് ഉണ്ടായിരിക്കും. നമുക്കറിയാം, മറ്റ് പെൻഷൻ ലഭിക്കുന്ന ആളുകൾ, വാർദ്ധക്യ, വിധവ പോലത്തെ പെൻഷൻ ലഭിക്കുന്ന ആളുകൾക്ക് വാർഷിക മസ്റ്ററിംഗ് ഉണ്ടാവാറുണ്ട്. അവർ വർഷത്തിൽ ഒരു പ്രാവശ്യം നേരിട്ട് അക്ഷയ കേന്ദ്രങ്ങളിലോ അതല്ലെങ്കിൽ അവർ നടത്തുന്ന ക്യാമ്പുകളിലോ ചെന്ന് നമ്മുടെ വിരൽ പതിപ്പിക്കുകയും മസ്റ്ററിംഗ് പൂർത്തിയാക്കുകയും ചെയ്യണം. എങ്കിൽ മാത്രമായിരിക്കും അവർക്കും പെൻഷൻ ലഭിക്കുക. ആ ഒരു പരിപാടി നിങ്ങൾക്കും ഉണ്ടായിരിക്കും വരും ദിവസങ്ങളിൽ തന്നെ. അതിൻ്റെ ഔദ്യോഗികമായ അറിയിപ്പുകൾ വന്നിട്ടില്ലെങ്കിലും നമ്മളിപ്പോൾ പെൻഷൻ ലഭിക്കുന്ന ആളുകൾക്ക് മസ്റ്ററിംഗ് പൂർത്തിയായിട്ടില്ല എന്ന് അവിടെ കാണുന്നുണ്ട്. നമ്മൾ ആധാർ അനിശ്ചിതമാക്കിയായിരിക്കും മസ്റ്ററിംഗ് പൂർത്തിയാക്കുക. അതുകൊണ്ട് തന്നെ ആധാർ കാർഡിൽ എന്തെങ്കിലും തരത്തിലുള്ള ചില തെറ്റുകളുണ്ടെങ്കിൽ പോലും നമുക്ക് മസ്റ്ററിംഗ് പൂർത്തിയാക്കാൻ സാധിക്കുകയില്ല. ഒരുപാട് ആളുകൾക്ക് പെൻഷൻ ലഭിക്കുന്നത് കൊണ്ട് തന്നെ ആ സമയങ്ങളിൽ ആധാർ സൈറ്റുകളും അക്ഷയ കേന്ദ്രങ്ങളും നല്ല തിരക്കുമായിരിക്കും. അതിന് കാത്തു നിൽക്കാതെ ഇപ്പോൾ തന്നെ ആധാർ കാർഡിലെ തെറ്റുകൾ തിരുത്താൻ ശ്രദ്ധിക്കുക. ആധാർ കാർഡ് അപ്ഡേറ്റ് ചെയ്യാത്ത ആളുകൾ ആധാർ കാർഡ് അപ്ഡേറ്റ് ചെയ്യുക. അതുപോലെ തന്നെ ആധാർ കാർഡിൽ മൊബൈൽ നമ്പർ ലിങ്ക് ചെയ്യാത്ത ആളുകളുണ്ടെങ്കിൽ മൊബൈൽ നമ്പർ ലിങ്ക് ചെയ്യുക. എന്നിങ്ങനെയുള്ള കാര്യങ്ങളെല്ലാം ഇപ്പോൾ ചെയ്യുക. ഈ സമയങ്ങളിൽ അക്ഷയ കേന്ദ്രങ്ങൾ നല്ല തിരക്ക് കുറവുള്ള സമയമായിരിക്കും. വീഡിയോ ഇഷ്ടപ്പെട്ടെന്ന് കരുതുന്നു. ഇതുപോലത്തെ ചെറിയ ചെറിയ ഇൻഫർമേഷൻ വീഡിയോകൾക്ക് വേണ്ടി ചാനൽ സബ്സ്ക്രൈബ് ചെയ്തിട്ട് കൂട്ടുകാരിലേക്ക് ഷെയർ ചെയ്ത് കൊടുക്കുക. നമുക്കൊരു പുതിയ വീഡിയോസുമായി കാണാം. അതുവരേക്കും എല്ലാ കൂട്ടുകാർക്കും നന്ദി, നമസ്കാരം.